ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതെ, പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ് സീസൺ 2 എപ്പിസോഡ് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പം നല്ല സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നെന്നല്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ചിരിയെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ചിരി എന്ന് പറയുന്നത് ഒരു നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത്. പക്ഷെ ചിരിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ചിരിയും തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ പൊട്ടിച്ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് എത്രത്തോളം ഒരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുമെന്ന് എല്ലാവരും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും ഈ ചിരിക്ക് ഭയങ്കരധികം ഗുണങ്ങളുണ്ട്. അതായത് ഒരു സ്ട്രോങ് മെഡിസിൻ ആണെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് അതിനെ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു ചിരിക്ക് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനും, നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും, നമ്മുടെ വേദനകൾ മറക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ്സിൻ്റെയൊക്കെ ഒരു ഡാമേജിങ് ഇഫക്ട്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാനും ഒക്കെ ഈ ചിരിക്കും തമാശയ്ക്കും ഒക്കെ സാധിക്കും. പക്ഷേ ഈ ചിരിയും തമാശയൊക്കെ നമ്മൾ പല രീതിയിലായിരിക്കും എടുക്കുന്നത്, അല്ലേ? ഒരു പക്ഷേ സുഹൃത്തുക്കളൊത്ത് സമയം പങ്കിടുകയും അങ്ങനെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ചളിയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നത്, ആ ഒരു റിലാക്സേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കിട്ടുന്നത്. ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നല്ല കോമഡി സിനിമകളും അല്ലെങ്കിൽ TV ഷോസും ഒക്കെ കണ്ടെന്നിരിക്കും, അല്ലെങ്കിൽ ചില കോമഡി സ്റ്റേജ് ഷോസ് കേട്ടെന്നിരിക്കും. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിക്കും. അതൊക്കെ നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു ബാലൻസ് ഔട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ വിഷമതകൾ അല്ലെങ്കിൽ ബേർഡൻസ് അതിനെയൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും, നമുക്കൊരു പ്രതീക്ഷയൊക്കെ വളർത്താനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ചിരിക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാനും സാധിക്കും. നമ്മളെ ഒരു മോർ ഫോക്കസ്ഡ് ആയിട്ട്, നമ്മൾ മോർ അലേർട്ടായിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു ദേഷ്യത്തിൻ്റെ മൂഡൊക്കെ പെട്ടെന്ന് തന്നെ ലൈറ്റൻ ആവും, അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും ഈ ചിരി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അത് നമുക്ക് ഹീൽ ആൻഡ് റിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്സ്, പിന്നെ നമ്മളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത്, ഇതെല്ലാത്തിനെയും എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എല്ലാം സാധിക്കും. അപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈസ്ലെസ് ആണ്, ഇത് ഫ്രീ ആണ്. ചിരി എന്ന് പറയുന്നത് ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതി നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമല്ലേ? അത് തീർച്ചയായിട്ടും അതെ. ചിരിക്കുക, ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ശരിക്കും നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളൊക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അന്നേരം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒന്നിനെപ്പറ്റും വലിയ ടെൻഷനൊന്നും ഇല്ല. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളെ തന്നെ നോക്കിയാൽ തന്നെ അറിയാം, അവരൊക്കെ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രായമാവും തോറും എല്ലാവരും ചിരിക്കാൻ മസിൽ പിടിച്ചിരിക്കാം. അതായത് ഒരു സ്റ്റേജ് ഷോ തന്നെ നിങ്ങളൊന്ന് പോയി കാണുക. അപ്പോൾ ഈ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ചുറ്റും നോക്കി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഞാൻ മാത്രമേ ഉള്ളായിരിക്കും പൊട്ടിച്ചിരിക്കുന്നത്. ചുറ്റുമുള്ളവരെല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി ടൈറ്റായിട്ട് മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? കാരണം നമ്മൾ കാണുന്നത് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നല്ല കോമഡി ഷോയും സ്കിറ്റ് ഷോയും ഒക്കെ ആയിരിക്കും. അന്നേരം ഭയങ്കര ഇതായിട്ട് നമ്മളൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി പോയിട്ട് ഏറ്റവും ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ചിരിക്കാതെ ബലം പിടിച്ചിരിക്കും. പക്ഷെ അതെന്തൊരു ബോറല്ലേ? ഫ്രീ ആയിട്ട് ചിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ഹോൾ ബോഡീനെ തന്നെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ലാഫ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ ഡിക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസിനെ ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ അസുഖങ്ങളെ റെസിസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ചിരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിരി ഒത്തിരി എൻഡോഫിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. എൻഡോഫിൻസ് എന്ന് പറയുന്നത് ഫീൽ ഗുഡ് കെമിക്കൽസ് ആണ്. അപ്പം നമ്മളുടെ ഓവറോൾ സെൻസ്
സെൻസ് ഓഫ് എന്താ വെൽബീയിങ്, അല്ലെങ്കിൽ നമുക്ക് പെയിന്, അങ്ങനെയുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇതൊക്കെ മറക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മേജർ ട്രൊമാറ്റിക് ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ആ പെയിനൊക്കെ മറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ആം, ശരിക്കും ഒരു നല്ലൊരു പെയിൻ കില്ലർ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് ചിരി എപ്പോഴും നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് പറയാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് വെസൽസിന്റെ ഫങ്ഷനും അതിൻ്റെ ആ ഒരു എന്താ ഹാർട്ടിലേക്കുള്ള ആ ബ്ലഡ് ഫ്ലോ ഒക്കെ പമ്പ് ചെയ്യാനും നമുക്ക് കൂടുതൽ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഈ ചിരി സഹായിക്കും. നമ്മൾ തന്നെ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, ബോംബെയിലും പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിലും ഉണ്ട് ഇങ്ങനെ, രാവിലെ എഴുന്നേറ്റിട്ട് കുറേ പേര് ഇങ്ങനെ കൈവിട്ട് നിന്ന് ചിരിക്കുന്ന ആ ഒരു എക്സസൈസും കാര്യങ്ങളും ഒക്കെ. അതെ, കറക്റ്റായിട്ടും അതെ. ഈ ചിരി എന്ന് പറയുന്നത് നമ്മുടെ കാലറീസ് ബേൺ ചെയ്യുന്ന ഒരു സംഗതിയാണ്. സോ അത് ഒരിക്കലും ഇപ്പൊ ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസിനോ ഒരു റീപ്ലേസ്മെന്റോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു സ്റ്റഡി ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരിടത്ത് വായിച്ചതാണ്. നമ്മളൊരു 10-15 മിനിറ്റ് ഒരു ദിവസം ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 40 കാലറീസ് വരെ നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഒരു വർഷക്കാലം അത് ഏകദേശം 3 to 4 pounds നമ്മളുടെ വെയിറ്റ് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറയുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ദേഷ്യമൊക്കെ പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു എന്തേലും ഒരു തമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ ചിരിപ്പിക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് ലൈറ്റൻ ആവും. അത് ഇപ്പോൾ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു മനസ്സിലേക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ വരും. അതുപോലെ നമുക്ക് ഈ ചിരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ലോകാവസാനം വരെ ജീവിച്ചിരിക്കണം ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും അതെ. നമ്മളുടെ ചിരി എന്ന് പറയുന്നത് നമ്മളെ വളരെ നാള് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കുറച്ചുകൂടിയൊക്കെ നീട്ടാൻ സഹായിക്കുന്നതാണ് നോർവേയിൽ നടന്ന ഒരു സ്റ്റഡി ഫൈൻഡിങ്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ ചിരിച്ച് റിലാക്സ് ആയിട്ട് ലൈഫ് ജീവിക്കുന്നവർ മറ്റേ ചിരിക്കാത്ത വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് കുറച്ചുകൂടെ കൂടുതലാണെന്നാണ് പറയുന്നത്. എനിവേ, നമ്മൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പറഞ്ഞിരുന്നു. കാരണം നമ്മളുടെ റിലേഷൻഷിപ്സ് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനും അതുപോലെ നമ്മുടെ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ആ ടീം വർക്കിനെ എൻഹാൻസ് ചെയ്യാനും കോൺഫ്ലിക്ട്സ് അത് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യാനും ഗ്രൂപ്പ് ബോണ്ടിങ് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഈ ചിരി നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് അവയർനെസ് അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ആ ഒരു ഇതിനെപ്പറ്റി നമ്മളെ മെൻ്റലി ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ചിരി അല്ലെങ്കിൽ സന്തോഷം, മാനസികമായിട്ടുള്ള ആ ഒരു റിലാക്സേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു പോസിറ്റീവ് ഫീലിംഗ്, അതെ തീർച്ചയായിട്ടും നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാം. നമ്മൾ കാരണം മനുഷ്യരാണ്, നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ചിരി എന്ന് പറയുന്നത് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഇപ്പോൾ കുട്ടികളാണ് അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് ആണ് അടുത്തുള്ളെങ്കിൽ നമ്മുടെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അവരുമായിട്ട് ഒരു മൊമെന്റ് നമ്മൾ ആ ഒരു മൊമെന്റ് ഒരു ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ആ മൂഡ്, മൈൻഡിന്റെ ആ ഒരു മൂഡ് തന്നെ നമ്മളുടെ മാറും. തീർച്ചയായിട്ടും അതെ, സാഡ്നെസ്സും പെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മെന്റലി സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ ഒരു സംഗതി എന്ന് പറയുന്നത് നല്ല ചിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് അല്ലെ അതുപോലെയുള്ള കമ്പനി അതൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെ, ഡിസ്ട്രെസ്സിങ് ഇമോഷൻസ് അതിനെ നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാനും, അതായത് ഇപ്പം നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആംഗ്രി ആൻഡ് സാഡ് ആൻഡ് അപ്സെറ്റ് ആയിട്ടിരിക്കാതെ നമ്മളെ ഒന്ന് മൂഡൊന്ന് ലൈറ്റൻ ആക്കാനൊക്കെ ഇത് സഹായിക്കും. നമ്മളെ റിലാക്സ് ആൻഡ് റീചാർജ് ആക്കും. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റാനും എല്ലാം സഹായിക്കും. അതുപോലെ മറ്റുള്ളവരെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കാനും ഒക്കെ നമ്മളുടെ ആ ഒരു ലൈഫിനെ തന്നെ മൊത്തത്തിൽ ബാലൻസ് ഔട്ട് ചെയ്യാനും ഒക്കെ ഈ ചിരിക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കുക. ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ട ഹെൽപ്പ്
തക്ക സമയത്ത് പോയി തേടുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കാനും ചിരിച്ചുകൊണ്ടേ ഇരിക്കാനും ശ്രമിക്കുക. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ശ്രമിക്കുക. You all have a good day. You were listening to podcast by Nisha George, season 2, episode 3. And നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സ്പോട്ടിഫൈ, ആപ്പിൾ ആൻഡ് ഗൂഗിൾ, അതുപോലെ തന്നെ ഐഹാർട്ട് റേഡിയോ, പിന്നെ മറ്റുള്ള പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് യു വിൽ ഹാവ് എ ഗുഡ് ഡേ. ബൈ. താങ്ക് യു.